ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു കിഡിലൻ കടായി ചിക്കൻ റെഡിയാക്കിയാലോ. കടായി ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കടായി ചിക്കനാണ്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ റെസ്റ്റോറൻ്റ് അല്ല, 5 സ്റ്റാർ സ്റ്റൈലിലുള്ള താജിൻ്റെ സ്റ്റൈലിലുള്ള കടായി ചിക്കനാണ് റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു ചെറിയ എല്ലോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ബോൺലെസ് ഉണ്ടെങ്കിൽ ബോൺലെസ് എടുക്കാം. അപ്പം ഇതിനെ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനൊരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഹോൾ സ്പൈസസ് ആണ് എടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് റെഡ് ചില്ലിയൊക്കെ ക്രഷ്ഡ് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എല്ലാം ഹോൾ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിന് നല്ലൊരു ഫ്ലേവർ വരുന്നത്. ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 3-4 ഉണക്കമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. ഗരം മസാലപ്പൊടി ലാസ്റ്റ് റോസ്റ്റ് ആയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകും. അത് പൊടിയായി കിടക്കുന്നതാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ആ ചൂടിൽ തന്നെ ഒന്ന് ചേർക്കുന്നത് അതിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത് വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുമ്പോൾ ഒരു 3-4 പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 4 തക്കാളി, ചെറുതായി അരിഞ്ഞ തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇതിന് ഭയങ്കരമായ പുളി വരും. അപ്പം നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലവണ്ണം വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ തന്നെയാണ്. പിന്നെ അതിൽ വരുന്ന ആ ഹോൾ സ്പൈസസിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം വേവിച്ചിട്ടുണ്ട്. ഇതൊന്നും നല്ലവണ്ണം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അന്നേരമാണ് ഈ ചിക്കനിലൊക്കെ ആ മസാലയൊക്കെ നല്ലവണ്ണം ഒരു ഫ്ലേവർ പിടിച്ച് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത സ്പൈസസൊക്കെ ചേർത്തപ്പോൾ തന്നെ ഇതിന് നല്ല കിഡിലൻ സ്മെല്ലാണ് വരുന്നത്. ശരിക്കും ആ ഒരു മണം അടിക്കുമ്പോൾ തന്നെ കറി ഒന്ന് കഴിക്കാൻ വേണ്ടി തോന്നും, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. ഇപ്പം ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചൂടായത് കാരണം എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഇതിൽ കിടന്ന് തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം ചിക്കൻ വെന്തതാണ്. അപ്പം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. അപ്പം ചിക്കനൊക്കെ വെന്ത് മസാലയൊക്കെ നല്ലവണ്ണം, ആ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞ് വരണം, അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം എല്ലാം നല്ല ഒരു ഫിനിഷിങ്ങിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ക്യാപ്സിക്കം ചേർക്കണം. ഒരു ക്യാപ്സിക്കം ഞാൻ ജോലിയെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം ആ ക്യാപ്സിക്കം ഒന്നും വഴറ്റുന്നില്ല, ഫിനിഷിങ്ങിലാണ് ഇടുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ എടുക്കാം. കസൂരി മേത്തി ഒന്ന് ചൂടാക്കി കയ്യിലിട്ട് തിരുമ്മി പൊടിച്ചതാണ്. അപ്പം ആ കസൂരി മേത്തി കൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല കിഡിലൻ താജ് സ്റ്റൈല് കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പ്ലെയിൻ റൈസിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അടിപൊളി.